ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്ന് മാർച്ച് 1 സൺഡേ എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് അങ്ങനെ ഇപ്പോ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. ഇന്ന് കുറച്ച് ലേറ്റ് ആയി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ബൈക്കൊക്കെ സർവീസിന് കൊടുത്തേക്കായിരുന്നു. ഇന്നാ കിട്ടേണ്ട ദിവസം ഞാൻ ഇവിടെ കൂട്ടിയിട്ട് പോയി ബൈക്കൊക്കെ വാങ്ങി. ഇനിയിപ്പോ നൈസായിട്ടൊന്ന് ഗിഫ്റ്റ് കൊടുക്കണം. ഇനി നമുക്കൊന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ആളുടെ റിയാക്ഷൻ നമുക്ക് കാണാം. ഞങ്ങള് ഇപ്പോ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് ഗിഫ്റ്റ് ഒക്കെ എടുക്കുകയാണ്. നൈസായിട്ട് നമുക്ക് അടിയിൽ പോയി ആളുടെ റിയാക്ഷൻ നോക്കാം. അപ്പം അച്ഛന്റെ ബർത്ത്ഡേന് മൈചേച്ചി അച്ഛന് വേണ്ടി ഭയങ്കര വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്റെ ഗിഫ്റ്റും അമ്മയുടെ ഗിഫ്റ്റും ഞാൻ നേരത്തെ കൊടുത്തു. മൈചേച്ചി ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് വെച്ചേക്ക്. അപ്പൊ നമ്മളത് കൊടുക്കാൻ പോവാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കുറച്ച് പരിപാടി. ഹാപ്പി ബർത്ത്ഡേ ടു. ഹാപ്പി ബർത്ത്ഡേ. ഗിഫ്റ്റുകളുടെ ദിവസം എന്താണ് പറയാനുള്ളത്? ഇത് ശംഭുവിന്റെ ഗിഫ്റ്റ് ആണ്. എനിക്ക് മറ്റേ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ദാതാമണി തന്നതാണ് ആ ചെടി, ആ ഫ്ലേവർ സ്പ്രേ തന്നെ. തിരിഞ്ഞുപോയി. ഇത് സെറ്റ് ചെയ്യണം, പക്ഷെ നല്ലതാ. അടിപൊളി. ഇത് ഹാങ്ങിങ് ആണ്. അപ്പോഴല്ലേ അറിയുള്ളൂ. ഓ, എനിക്ക് ഈ മൊമെന്റോസ് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഇങ്ങനത്തെ ഒരു ഹെഡ് വാങ്ങിക്കാൻ ഞാൻ പണ്ട് പ്ലാൻ ചെയ്തായിരുന്നു. താങ്ക് യു. അല്ല, ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആമസോണിലൊക്കെ തപ്പിയായിരുന്നു. താങ്ക് യു. അടിപൊളി. സെറ്റ് ചെയ്യണം. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഇങ്ങനെ മൊത്തത്തില് എന്റെ ഹാളിന്ന് അറിയുമല്ലോ. ഇത് എന്താ സാധനം? അത് ഇത് ബുദ്ധൻ. ഇതില് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് ഇത് കത്തിക്കുമ്പോ അതിന്ന് പുകയും വരും. നല്ല ലൈറ്റ്. പിന്നെ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലല്ലോ. എൻജോയ്. താങ്ക് യു. ഞങ്ങളിപ്പോ ഫോറമാളാണ്. നമ്മൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു അച്ഛന്. അപ്പൊ അതേപ്പോ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു, നമുക്ക് ഫോറമാള് പോയാലോ എന്ന്. എന്നാ വിചാരിച്ചാൽ എന്നാ പിന്നെ നമുക്ക് അത് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അതെ, അപ്പൊ ഞങ്ങളിത് ഇപ്പം പെട്ടെന്ന് ഇത് ഫോർമാളിലേക്ക് വന്നു. അപ്പൊ ആള് നമുക്ക് എന്തൊക്കെയോ ഫുഡ് ട്രീറ്റ് ഒക്കെ ആയിരിക്കും മെയിൻലി മേടിച്ചു തരാൻ ചാൻസ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇനി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ മോളിലേക്ക് എൻട്രി ചെയ്യുവാണ്. മോൾ എൻട്രൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ പോവാം. സഞ്ജു, എനിക്ക് എന്നാ വാങ്ങിത്തരാൻ പോണേ? എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരൂ? അത് നമുക്ക് മോളിൽ കയറാം, എന്നിട്ട് നമുക്ക് വാങ്ങാം. ഷെഫ് പിള്ളേരുടെ അവിടെ നിന്നുള്ള ഫുഡാണോ നമുക്ക് ട്രീറ്റ്? അറിയില്ല, നമുക്ക് നോക്കാം. വന്ന് കയറി തന്നെ ഇപ്പൊ എവിടേക്കാ, ഏത് ഫ്ലോറാണോ? നിനക്ക് പാവ എടുത്ത് തരാൻ പറ്റുമോ? ഈ പാവയൊക്കെ സിമ്പിൾ അല്ലേ മാധു? എനിക്ക് എടുക്കാൻ ഇതിങ്ങനെ ഞാൻ പണ്ട് ഇതേപോലെ എടുത്തിട്ട് 3 പാവ എടുക്കണ്ടേ. ആ 3 ഒരെണ്ണം ഞാൻ എടുത്തു, ഒരെണ്ണം എന്റെ അനിയത്തിക്ക് കൊടുത്തു, പിന്നെ എന്റെ കസ്റ്റമർ. മസിലിന്റെ തട്ടി കാണിച്ചോ? കഴിവ് എല്ലാവർക്കും എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഞങ്ങൾ എന്നത്തെ പോലെ ഒന്നും ചെയ്തില്ല, ഒരു ഗെയിമും കളിച്ചില്ല, ഒന്നും ചെയ്തില്ല. അതെ, ചുമ്മാ ഉള്ള ലൈറ്റ്സും ഉള്ള വണ്ടിയും എല്ലാം കണ്ടു. ഓക്കെ ബായ് എന്ന് പറഞ്ഞ് വന്നു. നമുക്ക് ചുമ്മാ ഇങ്ങനെ റാൻഡംലി അവിടെ കേൾക്കാൻ നടക്കാം. അങ്ങനെ ഞങ്ങളിത് ഇപ്പൊ ഫുഡ് കോർട്ടിലൂടെ കേക്കാണ്. അപ്പം കിടില ഫുഡുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം സഞ്ജു ആസ് യൂഷ്വലി ബ്രോസ്റ്റഡിൽ നിന്ന് നടക്കാൻ പോവാ. ഞാൻ വെറൈറ്റി ട്രൈ ചെയ്യാൻ പോവാ. എക്സ്ട്രാ അടിപൊളി ഫുഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നൈസാണ്. ഈ സാധനം ഇത് കൊള്ളാം. 690 ആക്ച്വലി ഇത് 680. ഇത് കൊള്ളാം, അടിപൊളി സാധനം. ഇത് അടിപൊളിയാണ് കണ്ടിട്ട്. അവര് നല്ല ഫുഡ് സ്പെഷ്യൽ ഇതൊക്കെ. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യണത് ഈ സാധനം ആയിരുന്നു. ഇത് തന്നെ പ്ലാൻ ചെയ്തത്. അതാ നമ്മുടെ ഫുഡ്. നമുക്കെന്താ കുടിക്കാനുണ്ടോ? ഇവിടെ ഉണ്ട്. ഇപ്പൊ ലോട്ടറി എന്തോ കുടിക്കാനൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. അപ്പം ലോട്ടറി
ഓക്കെ താങ്ക് യു. നോക്ക്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറ് നല്ലോണം നിറഞ്ഞു. ഒന്നും പറയാനില്ല, എല്ലാം പക്ഷെ അടിപൊളി എല്ലാം അടിപൊളി ഫുഡായിരുന്നു. എന്നെന്തോ ഭയത്തിന് ഞങ്ങൾ സെലക്ട് ചെയ്ത എല്ലാം അടിപൊളി, എല്ലാം തീർത്തു. അതെ, നോർമലി എന്തെങ്കിലും കയ്യിൽ കവറും വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കും. ആകെ നമ്മളൊരു ബോബെ എന്ന സാധനം വാങ്ങിയായിരുന്നു, ബോബാട്ടി. ആ സാധനം മാത്രമേ ഇതിൽ ഫ്ലോപ്പ് ആയുള്ളൂ, ബാക്കിയുള്ള എല്ലാം അടിപൊളിയായിരുന്നു. അതെ, അപ്പൊ ചുമ്മാ വയർക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ നിന്നൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് നേരെ വീട്ടിൽ പോവാന്നുള്ളതാണ് ഇനി അടുത്ത പ്ലാൻ. കാര്യം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചുറ്റി കണ്ട്, ചുറ്റി കാണാൻ മാത്രം ഒന്നുമില്ല, എന്നാലും കൈൻഡ് ഓഫ് ലുലുമാളൊക്കെ പോലെ. ലുലുമാളിനെക്കാളും കുറച്ചും കൂടി നല്ല ആംബിയൻസ് വൈസ് ഒക്കെ ഇതാണ് അടിപൊളി. പിന്നെ ക്രൗഡ് വൈസ് ആണെങ്കിലും ഇവിടെ അത്ര ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിലും നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടിരുന്ന് കഴിക്കാം. ലുലു ആണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, പക്ഷെ ഇവിടെ ഓക്കെ കിട്ടില്ല, കൊള്ളാം, കുഴപ്പമില്ല. അത് മീനിനെ അതിന്റെ അന്ന് പിടിക്കണം, നീ കൈയിട്ട് ചൂണ്ടിട്ട് പിടി. മാധു ഒരു മീനെ പോലും പിടിക്കാനുള്ളല്ല. ഓ ഫൈനലി ഒരു മീനെ പിടിച്ചു. മീനെല്ലാം വാ തുറന്നു വെച്ചേക്കോ. അയ്യോടാ, ഇവിടെ ഈസി, ഇത് കുറച്ച് പാട്, ഇത് ഭയങ്കര പാട്. ഞാനാ പാടലെടുന്ന മീൻ പിടിച്ചേ, ഞാനും പിടിച്ചു കേട്ടാ. അതിന്റെ കയ്യിലായോ ഉന്തുവണ്ടി? യെസ്, ഫൈനലി അതെനിക്ക് തന്നെ കറങ്ങി തിരിഞ്ഞു കിട്ടി. ഞാൻ എന്താ കിട്ടാത്തേന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു, അങ്ങനെ തന്നെ കിട്ടി. ഫുഡ് കൊണ്ടുവരണത് ഞാൻ, ഇത് കൊണ്ടുവരണത് ഞാൻ, പൈസ അറിയണ മാത്രം അച്ഛനാന്നുള്ളൂ. അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി. ഫോറമാളിലെ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഫൈനലി വീടെത്തി. യെസ്, അങ്ങനെ വളരെ നല്ലൊരു ട്രീറ്റും ഫുഡടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അച്ഛന്റെ. അതെ, അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് മധു ആക്ച്വലി 2 ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഇടാനൊക്കെ ആയിട്ട് 2 ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അതെ, ഏതാന്നൊന്നും പറയൊന്നുമില്ല, ഒക്കെ വഴിയെ നിങ്ങൾ കാണുന്നതായിരിക്കും. അതെ, പക്ഷെ അടിപൊളി ഡ്രസ്സാ കേട്ടോ, സൂപ്പർ ഡ്രസ് ആയിട്ടുണ്ട്. സെലക്ഷൻ ആണ് അല്ലേ, ഞാനാ കാണിച്ചു തന്നെ, അത് മതിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്തു. അപ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, ലൈക്ക് ചെറിയൊരു ഡേ ഇൻ അവർ ലൈഫ്. ഒപ്പം അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു, കുഞ്ഞൊരു നല്ലൊരു കുട്ടി ഡേ. അതെ, അപ്പം എല്ലാരും കാണാ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ.